5-6 മാസം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തൊരു തേങ്ങ അപ്ലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പോലെ ഒന്നുമല്ലടോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഭയങ്കര പേടിയാണ്. എന്തായാലും ഞാൻ ഇന്ന് അതങ്ങ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നും പറഞ്ഞ് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കാരണം ഇനി 2 മാസം ആദ്യമേ സ്കൂളില്ല. 5 മണിക്ക് എണീക്കണ്ട, ഫുഡ് ഉണ്ടാക്കണ്ട, ചെറുക്കനെ വിളിച്ചെണീപ്പിക്കണ്ട, അതിനെ കരയിപ്പിക്കാൻ വേണ്ട. അപ്പം ഞാനിന്ന് അവന് കൊടുത്തു വിടുന്നത് നമ്മുടെ റാഗി ദോശയില്ല, റാഗി ദോശയും പിന്നെ ഭംഗിക്ക് ഇച്ചിരി ആപ്പിളും ഓറഞ്ചും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഭംഗി ഒട്ടും കുറക്കണ്ടെന്നങ്ങ് വിചാരിച്ചു. ഞാൻ കൂടുതലും ടിഫിന് ആദ്യമേ ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെ കേട്ടോ കൊടുത്തു വിടാം. മക്കളെ ആ ടിഫിനെല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ബാഗിനകത്തോട്ട് നോക്കുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയോ. ഇന്നത്തെ ഏറ്റവും വലിയൊരു ബാധ്യത കഴിഞ്ഞല്ലോ എന്ന് തോന്നും. എവിടെ തുടങ്ങുന്നല്ലേ ഉള്ളൂ. പിന്നെ അവനെ കുളിപ്പിക്കാൻ ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം വെച്ചു കേട്ടോ. കാരണം അവന് ഇച്ചിരി വെള്ളം മതി. അതിന് വേണ്ടി ഇപ്പോൾ ഹീറ്റർ ഓൺ ആക്കണ്ടേ എന്നുള്ളൊരു മടി. അതന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പേടി. ഇനി മെയിനായിട്ടുള്ള ചടങ്ങ് തുടങ്ങുന്നല്ലോ കേട്ടോ. കണ്ട ഈ തൂങ്ങി കിടക്കുന്ന സാധനത്തിനെ പിടിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിയിപ്പിച്ച് സ്കൂളിലോട്ട് പറഞ്ഞാൽ ഓരോ ദിവസം രാവിലെ അവനെ വിളിച്ച് എണീപ്പിച്ച് ഈ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം പുതച്ച് മൂടി കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അതിനെ വിളിച്ചുകൊണ്ടുപോയി കുളിപ്പിച്ച്. ഇതൊക്കെ കണ്ടില്ലേ കരച്ചിൽ, ഒരു കുറവുമില്ല കരച്ചിലിന്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അങ്ങ് തള്ളി അങ്ങ് പറഞ്ഞു വിട്ട് പിന്നെ ഒന്നും ഉഷാറാക്കിയില്ല. ലാസ്റ്റ് ദിവസമാണെന്നൊക്കെ പറയുമ്പോൾ അവന് ഒരു വിശ്വാസവും ഇല്ല. കാരണം എല്ലാ വെള്ളിയാഴ്ച ഞാൻ അതാ പറഞ്ഞു കൊടുക്കാറ്, ഇനി 2 ദിവസം ലീവാണ് 2 ദിവസം ലീവാണെന്ന്. അതുകൊണ്ട് 2 മാസം ലീവാന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് അങ്ങ് പ്രോസസ്സ് ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ. നമ്മൾ മാത്രം എപ്പോൾ നാട്ടിൽ പോകും, നമ്മളെന്ന് പോവാത്ത, ക്ലാസ്സിൽ പിള്ളേരൊക്കെ കുറഞ്ഞു, എല്ലാവരും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഒട്ടും ഇഷ്ടമുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമുണ്ടാകുന്നില്ല ഇന്ന് പോകാനായിട്ടോ. അത് നടത്തമൊക്കെ ഭയങ്കര പതുക്കെയായിരുന്നു ഇന്ന്. പിന്നെ താഴെത്തിയപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ടിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് ലാസ്റ്റ് ദിവസമായിട്ട് എന്താ അതിന് എന്തെന്ന് സന്തോഷമില്ലാത്തെന്ന് ചോദിച്ചപ്പോൾ അപ്പം അവൻ വിശ്വാസമായി ഇന്ന് ശരിക്കും ലാസ്റ്റ് ദിവസമാണല്ലേ അപ്പോൾ എന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് നല്ല ഹാപ്പി ആയിട്ടോ. നമ്മളവിടെ അങ്ങോട്ട് എത്ര ഇല്ലാണ്ട് ബസ് വന്നു കേട്ടോ. പുള്ളി ബസ്സിനകത്തോട്ട് കയറി എനിക്കൊരു ടാറ്റും ബസ്സാക്കി തന്ന് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് അങ്ങനെ വീടിനകത്തോട്ടും പോകും.